പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളുടെ കൂടെ ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് മാറാത്തവനും അത്ഭുതങ്ങളെ ചെയ്യുന്നവനും വിടുവിക്കുന്നവനുമാണ്. കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവിന് മാത്രമുള്ള പ്രത്യേകത, കർത്താവിൽ മാത്രമുള്ള പ്രത്യേകത. നമ്മുടെ ഗുണവും ദോഷവും നോക്കി നമ്മെ സ്നേഹിക്കുന്നവനല്ല, അവന്റെ നേച്ചറാണ് സ്നേഹിക്കുക എന്ന് പറയുന്നത്. കാരണം ദൈവത്തെക്കുറിച്ച് വചനത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്: ദൈവം സ്നേഹമാണ്. അവനിൽ സ്നേഹമുണ്ടെന്നല്ല, അവൻ സ്നേഹമാണ്. അവൻ സ്നേഹമാകുന്നത് കൊണ്ട് ഹല്ലേലൂയ, നാം അവനെ എങ്ങനെ സ്നേഹിക്കുന്നു, ആ സ്നേഹത്തിന്റെ അളവ് എങ്ങനെയാണ്, കണക്കെങ്ങനെയാണ്, ഇതൊന്നും നോക്കിയിട്ടല്ല കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത്. കർത്താവ് നമ്മെ സ്നേഹിക്കുന്ന സ്നേഹത്തിന് അതിന് പരിമിതികളില്ല. കർത്താവ് നമ്മെ സ്നേഹിക്കുന്ന സ്നേഹത്തിന് അതിന് നിബന്ധനകളില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹം വ്യവസ്ഥയില്ലാത്ത സ്നേഹമാണ്. കർത്താവിന്റെ സ്നേഹം ഹല്ലേലൂയ അത് ആമേൻ അതിരുകൾ വെച്ച സ്നേഹമല്ല. കർത്താവിന്റെ സ്നേഹം കാലഘട്ടത്തിനൊത്തോളം മാറുന്നതല്ല. കർത്താവിന്റെ സ്നേഹം ഹല്ലേലൂയ നിത്യമായി നിലനിൽക്കുന്ന സ്നേഹത്തിന്റെ ഉടമ്പടിയിൽ നമ്മളെ ഭാഗവക്കാക്കി മാറ്റി, നമ്മളെ അവകാശികളാക്കി മാറ്റി, നമ്മളെ അതിനകത്താക്കി തീർത്ത കർത്താവിന്റെ സ്നേഹം എത്രയോ വലുതാണല്ലേ. ആമേൻ. പ്രിയപ്പെട്ടവർ, നമ്മൾ വീണ് പോയെടുത്ത്, നമ്മൾ തകർന്നു പോയെടുത്ത് നമുക്ക് വേണ്ടി കർത്താവ് തന്റെ കരം നീട്ടി നമ്മളെ ഓരോ നാളും നടത്തുന്ന വിധം എത്രയോ വലുതല്ലേ. ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ തകർന്നു പോയിട്ടുണ്ടായിരിക്കാം, തളർന്നു പോയിട്ടുണ്ടായിരിക്കാം, വീണ് പോയിട്ടുണ്ടായിരിക്കാം. ഹല്ലേലൂയ. അവിടെ എല്ലാം കർത്താവിന്റെ അത്ഭുതമേറിയ കരം നമ്മളെ താങ്ങി നടത്തിയത് എത്രയോ അത്ഭുതകരമായിട്ടാണ്. ജീവിതത്തിൽ എല്ലാ വാതിലും അടഞ്ഞതുപോലെ നമ്മൾ നിന്നിട്ടില്ലേ? ഇനി ഒരു സാധ്യതയും ഇല്ല എന്ന് ഭയം നമ്മുടെ അകത്ത് വന്നിട്ടില്ലേ? നമ്മൾ ഹല്ലേലൂയ ചിലപ്പോഴൊക്കെ ചില പ്രയാസങ്ങൾ വന്നപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ഇത് വലിയ കുഴപ്പമായി തീരുമെന്നാ തോന്നുന്നത്, വലിയ പ്രശ്നമാകുമെന്നോ തോന്നുന്നു. നമ്മൾ പലപ്പോഴും ചില കാര്യത്തിൽ വലിയ പ്രശ്നമാകും, വലിയ കുഴപ്പമാകും എന്നൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം ഹല്ലേലൂയ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം കർത്താവ് ചെയ്തതുപോലെ ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഒരു ജോലി സ്ഥലത്ത് ആ ഓഫീസിൽ, ആ കമ്പനിയിൽ വലിയൊരു ചലനം ഉണ്ടായി, വലിയൊരു പ്രശ്നം ഉണ്ടായി, ജോലിക്കാരെല്ലാം പിരിച്ചുവിടുന്നു, വലിയ സംഭവങ്ങൾ നടക്കുമ്പോൾ പലരും ഭയന്നു പോകാറുണ്ട്. പക്ഷെ ഞാൻ അനേക സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടെ ഉണ്ടായ ആ ഒരു വലിയ സംഭവം, അവിടെ ഉണ്ടായ വലിയ ആ ഒരു പ്രതിഭാസം, അല്ലെങ്കിൽ ഉണ്ടായ വലിയൊരു വെല്ലുവിളി ഹല്ലേലൂയ കർത്താവിനെ സ്നേഹിക്കുന്ന ചിലർക്ക് വേണ്ടി മാത്രം അത് സംഭവിക്കും. അത് അവർക്ക് പ്രത്യേക പദവികളും അവര് മാത്രം അതിനകത്ത് അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ അത് കർത്താവ് അവർക്ക് വേണ്ടി മാത്രം എന്ന പോലെ കർത്താവ് ആക്കി തീർത്ത എത്രയോ സാക്ഷ്യങ്ങൾ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ നിരാശപ്പെട്ട് തളർന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ കുരുക്കപ്പെട്ടതുപോലെ, തളർന്നു പോയതുപോലെ, വീണുപോയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ, നിങ്ങളുടെ പദ്ധതിയും നിങ്ങളെ വീഴ്ത്തിക്കളഞ്ഞ പദ്ധതിയല്ല, നിങ്ങളെ തകർത്ത് കളഞ്ഞ പദ്ധതിയല്ല. നിങ്ങളെക്കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി ഏറ്റവും ശ്രേഷ്ഠമായതാണ്, ഏറ്റവും ഉന്നതമായതാണ്. ഹല്ലേലൂയ. അവിടെ നിങ്ങൾ തളരരുത്, അവിടെ നിങ്ങൾ പതറിപ്പോകരുത്. ആമേൻ. ഹല്ലേലൂയ. ആ വെല്ലുവിളികളെല്ലാം അതെല്ലാം ആ ഇളക്കമെല്ലാം തീർന്നു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. ആമേൻ, ഈ സംഭവിച്ചതെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടി, എന്നെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വലിയ പദ്ധതിയുടെ വെളിപ്പാടിന് വേണ്ടി, അല്ലെങ്കിൽ ഹല്ലേലൂയ ലോകത്തെ മുഴുവൻ ഒന്ന് വിളിച്ചറിയിക്കണമായിരുന്നു കർത്താവിനെ. കർത്താവ് നിങ്ങളുടേതാണ്, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നിൽപ്പുണ്ട്, നിങ്ങൾ കർത്താവിന് വിലപ്പെട്ടവരാണെന്ന് അവന് തെളിയിക്കണമായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഒരു ദൈവവചനത്തില് ആമേൻ നമുക്കൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 50-ാമത്തെ അധ്യായത്തില് അതിന്റെ 20-ാമത്തെ വാക്യം: നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. നമുക്കറിയാം, ഇത് യോസഫിന്റെ വാക്കുകളാണ്. യോസഫിനെ സംബന്ധിച്ചിടത്തോളം യോസഫിന്റെ ജീവിതത്തിൽ ഒരു വലിയ ചലഞ്ചുകളിൽ കൂടെ കടന്നുപോയൊരു വ്യക്തിയാണ്. നമുക്കറിയാം, യാക്കോബിന്റെ 12 മക്കളില് 11-ാമനാണ് യോസഫ്. 11-ാമനായ യോസഫിനെ സംബന്ധിച്ചിടത്തോളം മറ്റു സഹോദരങ്ങളെക്കാളും അധികമായി യോസഫിന്റെ പിതാവ് യോസഫിനെ സ്നേഹിച്ചു. അത് യോസഫ് ചെയ്ത തെറ്റൊന്നുമല്ല. അതൊരു തെറ്റായ ഒരു കാര്യമൊന്നുമല്ല. മറ്റ് എല്ലാവരെക്കാളും
അപ്പന് പ്രിയപ്പെട്ടവനായി മാറി എന്നത് യോസഫ് ചെയ്ത വലിയ തെറ്റൊന്നുമല്ല. യോസഫിനെ സംബന്ധിച്ചിടത്തോളം യോസഫ് അപ്പന് പ്രസാദമുള്ളവനായി തന്നെ, അപ്പനെ പ്രിയപ്പെടുന്നവനായി തന്നെ, അപ്പന് എല്ലാ രീതിയിലും അപ്പന് ഗുണം ചെയ്യുന്നവനായിട്ട്, ഒരിക്കലും അപ്പനെ പ്രയാസപ്പെടുത്താത്ത ഒരുവനായി നിൽക്കാനായിട്ട് തന്നെയാണ് യോസഫ് എല്ലായിടത്തും ശ്രമിക്കുന്നത്. അത് യോസഫ് ചെയ്ത തെറ്റൊന്നുമല്ല. സഹോദരങ്ങളോടും യോസഫിന് മനസ്സുകൊണ്ട് വെറുപ്പോ അല്ലെങ്കിൽ വിദ്വേഷമൊന്നുമില്ല. സഹോദരങ്ങളോട് യോസഫിനകത്ത് സ്നേഹമേ ഉള്ളൂ. പക്ഷേ നമുക്കറിയാം യോസഫിന്റെ ജീവിത സാഹചര്യങ്ങളിൽ യോസഫ് കടന്നുപോയ വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ അല്പം ഞെരുക്കം നിറഞ്ഞതാണ്. നമുക്ക് ഈ യോസഫിന്റെ ജീവിതത്തിൽ മാത്രമായിട്ട് നാം കാണാതെ അവന്റെ തലമുറയിൽ മുന്നോട്ട് നമ്മൾ നോക്കിയാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തില് കർത്താവ് തേരഹ് അവൻ ആയിരിക്കുന്ന ദേശത്തു നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. എന്നാൽ നമുക്കറിയാം ഹാരാനിൽ വെച്ച് തേരഹ് മരണപ്പെടുകയും അവിടം കൊണ്ട് തേരഹിന്റെ യാത്ര അവസാനിച്ചു. അവന്റെ മക്കളെയൊക്കെ കൂട്ടിയാണ് തേരഹ് ഇറങ്ങിയത്. പക്ഷേ കാനാൻ ദേശത്തിൽ എത്താൻ സാധിച്ചില്ല. പക്ഷെ ഹാരാനിൽ വെച്ച് അബ്രഹാമിന്റെ പിതാവാകിയ തേരഹിന്റെ ജീവിതം അല്ലെങ്കിൽ ജീവിതയാത്ര അവിടം കൊണ്ട് അവസാനിച്ചു. അത് തീർന്നു എന്ന് പറയുന്ന നിലയിൽ ഇനി അത് ഒരു സാധ്യതയില്ല എന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു വലിയ പ്രതികൂലങ്ങളിൽ കൂടെയാണ് തേരഹ് കടന്നുപോയത്. എന്നാൽ ആ സിറ്റുവേഷനകത്ത് ഇവിടെ അബ്രഹാമിന്റെ മേൽ തേരഹ് മരിച്ചപ്പോ ആ കുടുംബത്തിന് മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട നിലയിലേക്ക് അബ്രഹാം ആയിത്തീരുന്നു. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എക്സ്ക്യൂസ് ഒന്നും പറയാൻ, ഒഴിവുകഴിവുകളൊന്നും പറയാനായിട്ട് അബ്രഹാമിന് സാധ്യമല്ല. കാരണം അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പം അവരുടെ സ്വന്തം ദേശത്തല്ല, വേറൊരു ദേശത്താണ്. മാത്രമല്ല തേരഹ് എന്ന് പറയുന്ന വലിയ ദർശനത്തോടിറങ്ങിയ ആള്, കാനാൻ ദേശത്തേക്ക് പോകണമെന്ന് അങ്ങനെ പ്ലാൻ ചെയ്തിറങ്ങിയ വ്യക്തിയാ. ഹാരാനിൽ കൊണ്ട് തീരണമെന്ന് ആഗ്രഹിച്ച ആളല്ല. ഹാരാനിന്റെ പച്ചപ്പും സമൃദ്ധിയും കണ്ട് അവിടെ കൊണ്ട് ജീവിതം അവസാനിപ്പിക്കണമെന്ന് തിരിച്ചിറങ്ങിയ, അങ്ങനെ ഉദ്ദേശിച്ചിറങ്ങിയ ആളല്ല തേരഹ്. തേരഹിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും അവന്റെ ജീവിതയാത്രയിൽ ഏതെങ്കിലും വിധത്തില് കാനാൻ ദേശത്തിലെത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇറങ്ങിയ വ്യക്തിയാണ് തേരഹ്. എന്നാൽ ഹാരാനിൽ വെച്ച് തേരഹ് മരണപ്പെട്ടപ്പോ നമുക്കറിയാം അവിടെ ദൈവം അബ്രഹാമിന് വെളിപ്പെട്ടു. ഉത്തരവാദിത്വമുള്ള അബ്രഹാമാണ്. ആ കുടുംബത്തെക്കുറിച്ച് ഉത്തരവാദിത്വമുണ്ട്. മാത്രമല്ല ഒന്ന് ചിന്തിച്ചു നോക്കുക, അവിടെ അബ്രഹാമിന്റെ അപ്പനായ തേരഹിന്റെ ജീവിതത്തിൽ നിർത്തിവെച്ച എല്ലാ കാര്യങ്ങളും വീണ്ടും തുടരേണ്ട ഉത്തരവാദിത്വം അബ്രഹാമിനുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അബ്രഹാമിനെ കർത്താവ് വിളിച്ച ഒരു കാര്യം അത്, അബ്രഹാമേ, നിന്റെ പിതൃഭവനത്തെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ സ്വന്തം ദേശത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഇത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുമ്പോൾ അങ്ങനെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്കുള്ള അബ്രഹാമിന്റെ യാത്രാ മധ്യേ നമുക്ക് അബ്രഹാമിനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ അബ്രഹാമിൽ നമുക്കൊരു കാര്യം കാണാനായിട്ട് കഴിയും. അബ്രഹാമിന്റെ ജീവിതയാത്രയിൽ അബ്രഹാം ഇതുവരെ ആയിരുന്നത് പോലെയോ അബ്രഹാമിന്റെ ജീവിതയാത്രയിൽ ഇതുവരെ അബ്രഹാം അനുഭവിച്ചതുപോലെയോ ഉള്ള ഒരു അവസ്ഥയല്ലിത്. ഇതുവരെയും അബ്രഹാമിന്റെ യാത്രയിൽ തേരഹ് എന്ന് പറയുന്ന അവന്റെ പിതാവ് കൂടെയുണ്ട്. അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ്. കാര്യങ്ങളെ പഠിപ്പിക്കാൻ കഴിയും. നമുക്ക് തന്നെ നമുക്ക് ആശ്രയിക്കാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എന്തൊരു ആശ്വാസമല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നടത്താനായിട്ട്, നമ്മളെ കരുതാനായിട്ട്, നമ്മളെ സ്നേഹിക്കാനായിട്ട് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, നമ്മളെ ഒന്ന് ഗൈഡ് ചെയ്യാൻ, നമുക്ക് ചില വിഷയങ്ങളൊക്കെ വരുമ്പം ഒരാളെ ചാരി നിർത്താനായിട്ട് നമ്മൾ ഒരാൾ ചാരി നിൽക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഞാനല്ലത് ചെയ്തത്, അദ്ദേഹം പറഞ്ഞിട്ടാണ് ചെയ്തത്, അപ്പൊ നമ്മൾ സ്വസ്ഥമായി. അപ്പോ ഇവിടെ അബ്രഹാമിനെ സംബന്ധിച്ച് ഒഴിവ് കഴിവുകളൊന്നുമില്ല. ഉത്തരവാദിത്വം അബ്രഹാമിന്റെ മേൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന സാഹചര്യം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവിക ഇടപെടലിന്റെ ഒരു സീസണിലേക്ക് അബ്രഹാം വന്ന് നിൽക്കുക. ദൈവം പറഞ്ഞു, നീ എല്ലാവറ്റിനെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാനായിട്ട് പറഞ്ഞു. ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശം. അപ്പൊ അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ വലിയ ജാതിയാക്കും, നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, ജാതികൾക്ക് നീ ഒരു അനുഗ്രഹമായിരിക്കും. പക്ഷേ അതിനപ്പുറമായിട്ട് അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാ, അബ്രഹാമേ, നീ ആ നിലയിലേക്ക് ഞാൻ നിന്നെ ആക്കി തീർക്കണമെങ്കിൽ നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ടിറങ്ങി വരണം. പ്രിയപ്പെട്ടവർ, ചിന്തിച്ചു നോക്കുക, ദൈവത്തിന്റെ ഇടപെടലിൽ എപ്പോഴും ഒരു സമൂഹത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടല്ല ദൈവത്തിന്റെ ഇടപെടൽ. ഒരു വ്യക്തിയിൽ നിന്നാണ് ദൈവത്തിന്റെ ഇടപെടൽ എപ്പോഴും ആരംഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ
നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ സാഹചര്യങ്ങളെ ഒക്കെ കണ്ടിട്ട് അതിനെയൊക്കെ കണ്ട് മടുത്തു പോകാറുണ്ട്, തളർന്നു പോകാറുണ്ട്, നിരാശപ്പെട്ടു പോകാറുണ്ട്. സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മൾ പതറി പലപ്പോഴും നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മൾ നിസ്സാരമായിട്ട് ചിലപ്പോൾ കാണാറുണ്ട്. ചുറ്റുപാടുകളുടെ സമ്മർദ്ദം കൊണ്ട് മറ്റുള്ളവരെല്ലാം പറയുന്ന വാക്കനുസരിച്ച് നമ്മളെ ചെറുതായിട്ട് കാണാൻ തുടങ്ങും. മറ്റുള്ളവരെല്ലാം പറയുന്ന കമന്റ് അനുസരിച്ച് നമ്മളെ മോശക്കാരായിട്ട് ചിലപ്പോൾ നമ്മളെ തന്നെ കാണാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട ഒരു ഹല്ലേലൂയ, അതെങ്ങനെയാണ് നമ്മളെ മോശക്കാരായിട്ട് കാണുന്നത്? അവർക്ക് ആർക്കും കുഴപ്പമില്ല, എനിക്ക് മാത്രം പ്രശ്നം. അവരെല്ലാവരും സേഫാ, എനിക്ക് മാത്രമാണ് ഇത്രയും പ്രശ്നം. ആ കുടുംബത്തിൽ കുഴപ്പമില്ല, അവരുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല, ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ആ പ്രശ്നം. അവർക്കൊന്നും സാമ്പത്തികമായിട്ട് ഒരു വിഷയമല്ല, ഞങ്ങൾക്കാണ് വലിയ സാമ്പത്തികമായിട്ടുള്ള വെല്ലുവിളികൾ. പലപ്പോഴും നമ്മൾ ആ സാഹചര്യങ്ങളെ, മറ്റുള്ളവരുടെ ചുറ്റുപാടിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ വെച്ച് നമ്മുടെ സാഹചര്യത്തെ വിലയിരുത്തി നമ്മളെ തന്നെ ചെറുതായിട്ട് നമ്മളെ ചിന്തിക്കും. നമ്മളെക്കുറിച്ചുള്ള കർത്താവിന്റെ വലിയ പദ്ധതിയെ പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മളതിനെ വിലയിരുത്തി നമ്മുടെ കാഴ്ചപ്പാടുകൊണ്ട് നമ്മളതിനെ ചെറുതായിട്ട് കാണും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ വെല്ലുവിളികളെയും നിങ്ങൾ കർത്താവിൽ കാണണം. അതുകൊണ്ടാണ് വചനം പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. കാരണം നമ്മുടെ ശത്രു ജഡവും രക്തവുമല്ല. വചനം ഇങ്ങനെയാ പറയുന്നത്. ഹല്ലേലൂയ, നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും ഹല്ലേലൂയ സ്വർലോകത്തിൽ ദുഷ്ടാത്മസേനയോടും ഇപ്രപഞ്ചത്തിലെ അന്ധകാരത്തിലെ ലോകാധിപതികളോടുമാണ് നമുക്ക് പോരാട്ടമുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പോരാട്ടമുള്ളത് അങ്ങനെയുള്ളതിനോടായതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങളെ ഒരിക്കലും ജഡപ്രകാരം കാണരുത്. ആ നിലവാരത്തിൽ വേണം നമ്മൾ കാണാനായിട്ട്. നമ്മുടെ പ്രതികൂലങ്ങളുടെ എല്ലാം പുറകില് ഹല്ലേലൂയ പിശാച് ആ വെല്ലുവിളികള് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ കൊണ്ടുവന്നിടുമ്പോൾ കർത്താവിന് ആ പ്രതിസന്ധികളിൽ കൂടെ കർത്താവിന് നമുക്കൊരു പദ്ധതി ഉണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ആ പ്രതിസന്ധികൾ ഒരിക്കലും നമ്മളെ തകർത്ത് കളയാനായിട്ടല്ല, ആ പ്രതിസന്ധികൾ ഒരിക്കലും നമ്മളെ തീർത്തു കളയാനായിട്ടുള്ളതല്ല, ആ പ്രതിസന്ധികൾ ഒരിക്കലും നമ്മളെ ശൂന്യരാക്കി തീർക്കാനുള്ളതല്ല. ഹല്ലേലൂയ, കർത്താവ് ഒറ്റയ്ക്ക് നമ്മളോട് നടക്കാൻ പറയുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ ഒരിക്കലും ഞാൻ എല്ലാവരെക്കാളും മോശക്കാരനായതുകൊണ്ട്, അബ്രഹാം ആ കുടുംബത്തിൽ കൊള്ളരുതാത്തവനായതുകൊണ്ടോ ആ ദേശത്ത് കൊള്ളരുതാത്തവനായതുകൊണ്ടോ അല്ല. അബ്രഹാമിന്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഉണ്ടായതിനേക്കാൾ വ്യത്യസ്തമായി ഒറ്റയ്ക്ക് നടക്കേണ്ടതായിട്ട് വന്നത്. അബ്രഹാമിന്റെ ജീവിതത്തിലുള്ള പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അബ്രഹാം ആ ദേശത്തിൽ തന്നെ നിന്നിരുന്നെങ്കിൽ, അവന്റെ ചാർച്ചക്കാരുടെ കൂടെ നിന്നിരുന്നെങ്കിൽ, പിതൃഭവനത്തിന്റെ കൂടെ വസിച്ചിരുന്നുവെങ്കിൽ, അവരുടെ ദർശനത്തിനകത്ത് അവൻ ഒതുങ്ങിപ്പോയനെ. ഒരിക്കലും ലോക രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരണമെന്ന്, അല്ലെങ്കിൽ കർത്താവ് അവനെ കുറിച്ച് പറഞ്ഞ അനുഗ്രഹത്തിന്റെ വാക്കുകൾ അനേകർക്ക് അനുഗ്രഹമായി തീരാനുള്ള വിളി അവന്റെ മേലുള്ളത് അവൻ തിരിച്ചറിയാതെ പോയനെ. അവൻ ആലോചി ആ വലിയ വിളിയെ തിരിച്ചറിയാനും അതിനോട് പ്രതികരിക്കാനും സാധിക്കണമെങ്കിൽ അതിൽ നിന്ന് അവനെ പുറകോട്ട് വലിക്കുന്ന, അതിൽ നിന്ന് അവനെ ഡിസ്റ്റർബ്ഡ് ആക്കുന്ന ചില കാര്യങ്ങൾ അവൻ പുറത്തു വരേണ്ടിയിരുന്നു. നമ്മളെ തന്നെ ചിന്തിച്ചു നോക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനല്ലേ, നമ്മൾ ചിലപ്പോൾ ആളുകളുടെ കൂടെ, നമ്മൾ ആരുടെ കൂടെ നടക്കുന്നു അത് തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തില് നമ്മള് ചില വെല്ലുവിളികളിൽ കൂടെ കടന്നു പോകുമ്പോഴേ വിശ്വാസത്തിൽ ഉറച്ച കുറച്ചു പേരുടെ കൂടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഭയങ്കര ധൈര്യ. അവർക്ക് ചെയ്തത് കർത്താവ് എനിക്കും ചെയ്യും. അവരുടെ ജീവിതത്തിൽ അവര് അങ്ങനെ നിന്നെങ്കിൽ ഞാനെന്തിനാ നിരാശപ്പെടുന്നു? അവരുടെ ജീവിതത്തിൽ അവര് ധൈര്യത്തോടെ നിന്നെങ്കിൽ എനിക്കും ധൈര്യമായിട്ട് നിൽക്കാമല്ലോ. അവരുടെ ജീവിതത്തിൽ അവർ ഉറപ്പോടെ നിന്നെങ്കിൽ എനിക്കും ഉറപ്പോടെ നിൽക്കാമല്ലോ. എന്റെ കർത്താവ് എന്റെ കാര്യങ്ങളിലും എന്നെ അത്ഭുതമായിട്ട് നടത്തുമെന്നുള്ള ഉറപ്പ് നമ്മുടെ അകത്ത് ഉണ്ടാകണമെന്നതിന് പോലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ നിരാശപ്പെട്ട് തളർന്നുപോയി തലകുനിച്ചങ്ങിരുന്നിട്ട് നമ്മളെ തന്നെ അങ്ങ് ഹല്ലേലൂയ ചെറുതാക്കി അങ്ങ് ചിന്തിച്ച് നമ്മളെല്ലാത്തിനും ഒതുങ്ങി മാറി നിൽക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരാരേക്കാളും നിങ്ങൾ കൊള്ളരുതാത്തവരായതുകൊണ്ടല്ല നിങ്ങളുടെ ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ ഈ ചലഞ്ചുകളിൽ കൂടെ നിങ്ങൾ പോകുന്നത്. ഈ ചലഞ്ചുകളിൽ കൂടെ കർത്താവ് നിങ്ങളെ ഒരു കാര്യം ചെയ്യാം, അവർക്കാർക്കുമില്ലാത്തൊരു ദൈവിക നിയോഗത്തിലേക്ക്, അവർക്കാർക്കുമില്ലാത്തൊരു ദർശനത്തിലേക്ക്, അവർക്കാർക്കുമില്ലാത്തൊരു ബോൾനെസ്സിലേക്ക്, അവർക്കാർക്കുമില്ലാത്തൊരു വിളിയിലേക്ക്, അവർക്കാർക്കുമില്ലാത്തൊരു ദർശനത്തിലേക്ക് കർത്താവ് നിങ്ങളെ നടത്തുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മള് ഹല്ലേലൂയ അവരെക്കാൾ ഞാൻ മോശക്കാരനായതുകൊണ്ടല്ല, അവരിൽ നിന്ന് ഞാൻ വ്യത്യസ്തനായതുകൊണ്ടാണ്. പ്രൈസ് ഗാഡ്. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് ഹല്ലേലൂയ ഒറ്റയ്ക്ക് നടക്കാൻ സാധിക്കണമെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ അത്രത്തോളം കർത്താവിനോടുള്ള ബന്ധത്തിൽ ഉറച്ചിരിക്കണം. നിങ്ങൾ കൂട്ടത്തിൽ ആരാധിക്കാൻ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആളുകൾ, നിങ്ങളുടെ കൂടെ ഹല്ലേലൂയ നിങ്ങളെ എൻകറേജ് ചെയ്യാൻ, നിങ്ങളെപ്പോഴും ഹല്ലേലൂയ ഒരു വലിയ ആരാധന കൂട്ടത്തിന്റെ കൂടെ നിങ്ങൾ നടക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും അവിടെ. കാരണം
എന്ത് വിഷയം വന്നാലും പ്രാർത്ഥിക്കുന്നവരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഞാൻ വളരെ ഓക്കെയാണ്. അല്ലെങ്കിൽ എന്നാൽ പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കത്തക്കവണ്ണം നിങ്ങളുടെ സാഹചര്യങ്ങളിൽ വെല്ലുവിളി ഉണ്ടാകുമ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിന്നവരെ, നിങ്ങളെ നിന്ന് അകന്നു നിന്നവരെ, ഹല്ലേലൂയ, ആമേൻ, അവരെ കുറ്റം പറയാതെ, അവരുടെ കുഴപ്പം കാരണമോ, അവരിങ്ങനെ പറഞ്ഞതുകൊണ്ടാ, അവരുടെ പെരുമാറ്റം കൊണ്ടാ, അവരെല്ലാവരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തി. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവർ, അവർ ഒറ്റപ്പെടുത്തിയാൽ നിങ്ങൾ ഒറ്റപ്പെടുന്നവരാണോ? ഹല്ലേലൂയ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഹല്ലേലൂയ, നിങ്ങൾക്കൊരു പിതാവില്ലേ? നിങ്ങളെ കരുതുന്ന ഒരു പിതാവില്ലേ? നിങ്ങൾക്ക് വേണ്ടി സ്വന്തം പുത്രനെ യാഗമാക്കി തന്നൊരു പിതാവില്ലേ? സ്വന്തം പുത്രനേക്കാൾ നിങ്ങളെ സ്നേഹിച്ച ഒരു പിതാവില്ലേ? ഹല്ലേലൂയ, ആമേൻ. മുട്ട ചോദിച്ചാൽ തേളിനെയോ, ഇല്ലെങ്കിൽ മീൻ ചോദിച്ചാൽ പാമ്പിനെയോ, അപ്പം ചോദിച്ചാൽ കല്ലിനെയോ കൊടുക്കാത്ത നിങ്ങൾ, ഹല്ലേലൂയ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ എത്രത്തോളം സ്നേഹിക്കുമ്പോൾ സ്വർഗീയ പിതാവ് അതിനേക്കാൾ ശ്രേഷ്ഠമായി സ്നേഹിക്കുന്നു എന്ന് വാക്ക് പറഞ്ഞവനായ പിതാവ്, ആ പിതാവ് അറിയാതെയാണോ നിങ്ങളുടെ ജീവിതത്തിലെ ചാലഞ്ചുകൾ? ആ പിതാവ് അറിഞ്ഞില്ലേ നിങ്ങൾ ഒറ്റപ്പെട്ടത്? ആ പിതാവ് അറിഞ്ഞില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ? പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന വെല്ലുവിളികൾ, ഹല്ലേലൂയ, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നത് മറന്നു പോകരുത്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ദാവീദ് പറഞ്ഞ ഒരു കാര്യം ഇതാ: ഞാൻ കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടത്തില്ല, ഒരനർത്ഥവും ഞാൻ ഭയപ്പെടത്തില്ല, കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് ചിന്തിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ചിന്തയുടെ കുഴപ്പമാണ്. ഒറ്റപ്പെട്ടു എന്ന് നിങ്ങൾ ധരിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ്. നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഏത് സാഹചര്യത്തിലും ലോകത്തിന്റെ അവസാനത്തോളം, ജീവിതത്തിന്റെ അവസാനത്തോളം, ഹല്ലേലൂയ, അന്ത്യനാഴിക വരെ അവൻ കൂടിരിക്കുമെന്ന് പറഞ്ഞത്, ഹല്ലേലൂയ, ആ താൽക്കാലികമായ ഒരു ബന്ധത്തിലേക്കല്ല, നിത്യനിത്യമായി നിലനിൽക്കുന്ന ഒരു ബന്ധം നിങ്ങളും ഞാനുമായി അവൻ സ്ഥാപിച്ചിരിക്കുന്നതുകൊണ്ട് ആ ബന്ധത്തിന്റെ പ്രത്യേകത നിങ്ങളെ തകർത്ത് കളയാനല്ല, ഹല്ലേലൂയ, നിങ്ങളെ ശൂന്യരാക്കാനല്ല, നിങ്ങളെ ഒതുക്കി കളയാനല്ല, നിങ്ങളെ ഇല്ലാതാക്കി തീർക്കാനല്ല. ഹല്ലേലൂയ, ആമേൻ. ആ സ്നേഹബന്ധം, ഹല്ലേലൂയ, നിങ്ങളുടെ കുറവുകളെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ട് അപ്പൊ തന്നെ നിങ്ങളെ കരിച്ചു കളയാൻ വേണ്ടി ഉള്ളതല്ല ഈ ബന്ധം. ഈ ബന്ധത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, നീ കരിഞ്ഞു പോകേണ്ട സ്ഥലത്ത് അവന്റെ ചിറകിന്റെ മറവിൽ മറച്ച്, ഹല്ലേലൂയ, നീ മുങ്ങിപ്പോകേണ്ട സ്ഥലത്ത് അവന്റെ കരങ്ങളിൽ നിന്നെ താങ്ങി, ഹല്ലേലൂയ, ആമേൻ, നീ തീർന്നു പോകേണ്ട സ്ഥലത്ത് അവന്റെ ജീവൻ നിന്റെ അകത്ത് വെച്ച് തന്ന്, നീ ലജ്ജിച്ചു പോകേണ്ട സ്ഥലത്ത് അവന്റെ മാന്യത നിന്റെ അകത്ത് വെച്ച് തന്ന്, നീ ഒറ്റപ്പെടേണ്ട സ്ഥലത്ത് അവന്റെ കൂട്ടുകെട്ട്, അവന്റെ കൂട്ട് നിനക്ക് തന്ന്, ഹല്ലേലൂയ, ആമേൻ, നീ ജ്ഞാനം പോയിടത്ത്, ജ്ഞാനമില്ലാതിരിക്കുന്ന സ്ഥലത്ത് അവന്റെ ജ്ഞാനം നിന്റെ അകത്ത് വെച്ച് തന്ന് നിന്നെ സമൃദ്ധമായി നടത്തുവാൻ പദ്ധതിയുള്ള ഒരു കർത്താവാണ് എന്റെ കർത്താവ്. ഹല്ലേലൂയ, നിന്നെ വിളിച്ച്, ആമേൻ, നിന്നെ കൂടെ നടക്കുന്നത് നിന്റെ ഏതെങ്കിലും കുറവ് കണ്ട ഉടനെ ദഹിപ്പിച്ച് കളയാനായിട്ടല്ല, നിന്റെ കുറവുകളിൽ അവന്റെ ബലം നിന്റെ മേൽ പകരാനായിട്ടാണ്. പ്രിയപ്പെട്ടവർ, ഞാനത് വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്റെ കൂടെ നടക്കുന്നത്, ദൈവം നിന്നോട് കൂടെ വസിക്കുന്നത് നിന്റെ കുറവുകളെ കാണുമ്പോൾ, നിന്റെ ബലഹീനതകളെ കണ്ടുപിടിച്ച് നിന്നെ ദഹിപ്പിച്ച് കളയാനല്ല, നിന്റെ കുറവുകളിൽ അവന്റെ നിറവ് നിന്നിൽ വെളിപ്പെടുത്താനായിട്ടാ. ആമേൻ. ആ ദൈവം നിന്റെ കൂടെ നടക്കുന്നത് നിന്റെ ബലഹീനതകൾ കണ്ട് നിന്നെ ശിക്ഷിക്കാനായിട്ടല്ല, നിന്റെ ബലഹീനതകളിൽ അവന്റെ ബലം പകർന്നു തരാനായിട്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളുടെ കൂടെ നടക്കുന്നത് നിങ്ങളുടെ കഴിവില്ലായ്മയെ മനസ്സിലാക്കി നിങ്ങളെ ഒതുക്കിക്കളയാനില്ല, നിങ്ങളുടെ കഴിവില്ലായ്മകളിൽ അവന്റെ കഴിവ് നിങ്ങളുടെ മേൽ ധാരാളമായി പകർന്നു തരാനായിട്ടാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു, നീ അവൻ ഒറ്റയ്ക്കിറങ്ങി വാ. അബ്രഹാമിന്റെ ഹല്ലേലൂയ ജീവിതത്തിൽ അവൻ ഒറ്റയ്ക്കുള്ള പിന്നീടുള്ള യാത്രയിൽ, അവൻ ലോത്ത് അവനെ വിട്ട് മാറ്റപ്പെടുന്ന സാഹചര്യമുണ്ടായി. അവന്റെ ഒറ്റയ്ക്കുള്ള യാത്രകളിൽ ഓരോ സ്റ്റെപ്പിലും, പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ചില മുൻധാരണകൾ കൊണ്ട് ചെറിയ ചെറിയ അബദ്ധങ്ങൾ അബ്രഹാമിന് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നത്തേത് നമുക്ക് കാണാം, ആ അബദ്ധങ്ങളെ എല്ലാം മായ്ച്ചു കളഞ്ഞ്, ഹല്ലേലൂയ, അവന്റെ വിശ്വാസത്തെ നീതിയായി കണക്കിട്ട്, ഹല്ലേലൂയ, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം പറയുന്ന പോലെ, ഹല്ലേലൂയ, അബ്രഹാമിന്റെ വിശ്വാസത്തെ നീതിയായി കണക്കിട്ടുകൊണ്ട് അബ്രഹാമിനെ ഒരു അനുഗ്രഹമാക്കി തീർത്തവൻ, അബ്രഹാമിനെ ഒരു അനുഗ്രഹമാക്കി തീർത്തവൻ. ആകയാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം ഏതുമാകട്ടെ, നിങ്ങൾ അവന്റെ കരങ്ങളിലാണ്, നിങ്ങൾ അവന്റെ കരങ്ങളിലാണ്. മറന്നു പോകരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ വെല്ലുവിളികളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ വെല്ലുവിളികൾ കൊണ്ട് തലകുനിച്ചിരിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിന്റെ വെല്ലുവിളികളെ കണ്ട് നിങ്ങൾ മടുത്തു പോകരുത്. അത്ഭുതകരമായി നടത്തുന്നൊരു സ്വർഗീയ പിതാവ് നിങ്ങൾക്കായിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ കൈവിടാത്തൊരു നാഥൻ നിങ്ങൾക്കായിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ആകയാൽ മടുത്തു പോകാതെ, തളർന്നു പോകാതെ, വീണു പോകാതെ കർത്താവിലെ പ്രത്യാശ നിങ്ങളുടെ അകത്ത്, ഹല്ലേലൂയ, വീണ്ടും 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 പ്രാപിച്ചു ഒന്ന് ബലപ്പെടാൻ ശ്രമിച്ചേ. ഹല്ലേലൂയ. ആമേൻ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങൾ ഹല്ലേലൂയ ഒറ്റയ്ക്ക്
നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ കർത്താവിൻ്റെ കൂടെ അത്രത്തോളം നിങ്ങൾ ബന്ധത്തിൽ വളരേണ്ടത് ആവശ്യമാണ്. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ആമേൻ. എന്നാൽ ഞാനൊരു കാര്യം പറയാം, ഹല്ലേലൂയ, നിങ്ങൾ ലോകത്തിൽ ചാരി നിൽക്കുമ്പോൾ എപ്പം ഹല്ലേലൂയ ലോകത്തിന്റെ സ്വഭാവം മാറുമോ അപ്പോൾ ഹല്ലേലൂയ നിങ്ങൾ വീണു പോകും. എന്നാൽ നിങ്ങൾ കർത്താവിനെ മാത്രമാണ് ചാരി നിൽക്കുന്നതെങ്കിൽ, ഒരിക്കലും ഉപേക്ഷിക്കാത്തവൻ വിശ്വസ്തനായ ദൈവത്തിലാണ് നിങ്ങൾ ചാരി നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ വീണു പോകത്തില്ല. നിങ്ങളോ നിങ്ങളുടെ ഹല്ലേലൂയ തലമുറകളോ വീണു പോകത്തില്ല. കാരണം നിങ്ങൾ കർത്താവിനെ മാത്രം ചാരി നിൽക്കുന്നെങ്കിൽ. പ്രിയപ്പെട്ടവർ, ഞാനത് വീണ്ടും ഒരിക്കൽ കൂടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ലോകമോ ലോകത്തിലുള്ളതിലാണ് നിങ്ങൾ ചാരി നിൽക്കുന്നതെങ്കിൽ അത് ഹല്ലേലൂയ ഒരു സമയം അതിന്റെ ബലം നഷ്ടപ്പെടുമ്പോൾ, അത് അവിശ്വസ്തമായി തീരുമ്പോൾ നീ വീണു പോകും. എന്നാൽ കർത്താവിലാണ് നീ ചാരി നിൽക്കുന്നതെങ്കിൽ അവൻ വിശ്വസ്തനാകുന്നതുകൊണ്ട് നീയോ നിന്റെ തലമുറയോ ഒരിക്കലും വീണു പോകാൻ, നശിച്ചു പോകാൻ ഈ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അതിൽ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിനകത്ത് ഓരോ സാഹചര്യങ്ങളും ഓരോ സന്ദർഭങ്ങളിലും കർത്താവിനോടുള്ള ആ ബന്ധത്തിലൊന്ന് വർദ്ധിച്ചേ. നിങ്ങളെ ഒറ്റപ്പെടുത്തി നിർത്തിക്കുന്ന നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഹല്ലേലൂയ. നമുക്കറിയാം, ആമേൻ, ഇസഹാക്കിന്റെ ഭവനത്തിൽ നിന്ന് യാക്കോബ് ഒറ്റപ്പെട്ട് ലാബാന്റെ വീട്ടിൽ പോകേണ്ടി വന്നു. അത് ഏശാവിനേക്കാൾ യാക്കോബ് മോശക്കാരനായതുകൊണ്ടല്ല. ഏശാവിനേക്കാൾ യാക്കോബ് ആമേൻ മോശക്കാരനായതുകൊണ്ട് അവന് സൗമ്യനാണ്, കൂടാരവാസിയാണ്, അവന് സാധുശീലനായിരുന്ന യാക്കോബ. ഹല്ലേലൂയ. അവനെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി നിർത്തി എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ. അവനിലൊരു ഗ്രേറ്റ് ലീഡർ ഉണ്ട്. അവന്റെ അകത്തതൊന്ന് എഴുന്നേൽപ്പിക്കാനായിട്ട്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നിങ്ങളെ ആരെങ്കിലും ഒറ്റപ്പെടുത്തി, അവരെല്ലാവരും കൂടെ എന്നെ തഴഞ്ഞു കളഞ്ഞു, നിങ്ങളുടെ അകത്ത് അവർ തഴഞ്ഞു, ഇവർ തഴഞ്ഞു, അതൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ആമേൻ നിങ്ങളുടെ തകർച്ചകളെയും തഴഞ്ഞു നിങ്ങളെ നശിപ്പിച്ചു കളഞ്ഞെന്ന് വ്യക്തികളിലേക്ക് നോക്കി നിങ്ങൾ കരയരുത്, നിലവിളിക്കരുത്. പ്രിയപ്പെട്ടവരെ, സാധുശീലനായിരുന്ന യാക്കോബിനെ ഹല്ലേലൂയ എങ്ങനെയാ ദൈവം മാറ്റിയെന്നറിയാമോ? ഹല്ലേലൂയ തുടർന്നുള്ള അവന്റെ മരുഭൂമി ജീവിതത്തില് ലാബാന്റെ ആടുകളെ മേച്ച് ഏകദേശം 20ഓളം വർഷം ഹല്ലേലൂയ ഉഷ്ണമേറ്റ് ശീതമേറ്റ് അവന്റെ ശരീരം ഹല്ലേലൂയ ആമേൻ സൂക്ഷിച്ചതുപോലെ ആയി തീർന്നു. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാ, യാബോക്ക് എന്ന നദീതീരത്ത് വെച്ച് ദൂതനോട് മല്ലിട്ട് ജയിക്കത്തക്കവണ്ണമുള്ള ആമേൻ ഒരുവനായി ആമേൻ ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കുക, ഏശാവിനെ സംബന്ധിച്ചിടത്തോളം വേട്ടയിൽ സമർത്ഥനായിരുന്നവൻ പരാജയപ്പെട്ടു പോയിടത്ത് ഹല്ലേലൂയ സാധുശീലനായ യാക്കോബ് ദൂതനോട് പോലും മല്ലിട്ട് ജയിച്ചു. അവൻ ചിന്തിച്ചു നോക്കുക, അവന്റെ കഴിഞ്ഞ 20 വർഷം അവൻ ഒറ്റയ്ക്ക് നിന്നത്. അതേ ഹല്ലേലൂയ, ലാബാന്റെ ഭവനത്തിൽ ലാബാന്റെ മക്കൾ പോലും ഹല്ലേലൂയ ലാബാന്റെ ആൺമക്കൾ പോലും യാക്കോബിനോട് അവൻ മുഖഭാവം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ആ സീസണിൽ യാക്കോബിന്റെ അകത്ത് ഒരു മല്ലനെ അവൻ ദൂതനോട് പോലെ യുദ്ധം ചെയ്ത് ജയിക്കത്തക്കവണ്ണമായ ഒരു ശക്തനായ ഒരുവനെ ബിൽഡപ്പ് ചെയ്യുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഇന്ന് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, അത് ഹല്ലേലൂയ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, സാധുശീലനായിരുന്ന കൂടാരവാസിയായിരുന്ന യാക്കോബിനെ ഹല്ലേലൂയ ആമേൻ ദൂതനോട് പോലെ യുദ്ധം ചെയ്യത്തക്കവണ്ണം ശക്തിയുള്ളവനാക്കി മാറ്റിയത് കഴിഞ്ഞ 20ഓളം വർഷങ്ങളിൽ ആമേൻ ഒറ്റയ്ക്ക് ലാബാന്റെ ആടുകളെ മേച്ച് അവനെ പരിശീലിപ്പിച്ചെടുത്തെങ്കിൽ ഞാൻ പറയട്ടെ, ഇന്ന് നീ കടന്നു പോകുന്ന സകല സാഹചര്യങ്ങളിലും അതേ ഹല്ലേലൂയ നിന്നെ ഒരു അനുഗ്രഹ വിഷയമാക്കാൻ, അതേ ഹല്ലേലൂയ കർത്താവിന്റെ അനുഗ്രഹത്തിന് അവകാശിയായിട്ട് യാബോക്ക് എന്ന നദീതീരത്ത് വെച്ച് ആമേൻ യാക്കോബ് ഹല്ലേലൂയ അവിടുന്ന് യാത്ര വീണ്ടും ആരംഭിച്ചെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഈ കടന്നുപോകുന്ന ചലഞ്ചുകൾ നിന്നെ അനുഗ്രഹത്തിന് അവകാശിയാക്കി തീർക്കുന്ന ഒരു പോയിന്റിൽ ജയാളിയാക്കി നിർത്താൻ നിന്നെ പരിശീലിപ്പിക്കുക. തളർന്നു പോകരുത്. ഒറ്റപ്പെടിയിൽ ഹല്ലേലൂയ നീ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ആമേൻ നീ മോശക്കാരനായതുകൊണ്ടല്ല, നീ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ആരുമായിട്ടും കൂട്ടുകൂടാൻ അറിയാത്തത് കൊണ്ടല്ല, നീ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഹല്ലേലൂയ മറ്റുള്ളവരെ പോലെ നിനക്ക് സാമർഥ്യമില്ലാത്തത് കൊണ്ടല്ല, ആമേൻ നീ വ്യത്യസ്തനായതുകൊണ്ടാ. മറന്നു പോകരുത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, യോസേഫ് പറഞ്ഞ കാര്യമാ, നിങ്ങൾ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി. ആ ഒറ്റപ്പെടൽ എൻ്റെ ജീവിതത്തിൽ ഒരു ഗുണമുണ്ടായി, അനേകരുടെ നന്മയ്ക്ക് കാരണമാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും ഹല്ലേലൂയ നിങ്ങൾ ഒറ്റപ്പെട്ട അനുഭവത്തിൽ കൂടെ പോകുന്നെങ്കിൽ, വെല്ലുവിളികളിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ, ആ വെല്ലുവിളികളെ കണ്ട് പിറുപിറുക്കാതെ, ആ വെല്ലുവിളികളെ ഹല്ലേലൂയ ആ വെല്ലുവിളികളെ ദൈവത്തെ പഴിക്കാനായിട്ട് സമയമെടുക്കാതെ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ കർത്താവിന് സ്തോത്രം ചെയ്തേ. നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവം, നിങ്ങളുടെ നിലവാരത്തെ മാറ്റുന്ന ഒരു ദൈവം, നിങ്ങളെ അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവം ഹല്ലേലൂയ ലോകരാജ്യങ്ങൾക്ക് അനുഗ്രഹമാക്കി തീരാൻ കർത്താവ് നിങ്ങളെ വിളിച്ചെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ വിശ്വസിച്ചേ. നിങ്ങളുടെ ഈ ചലഞ്ചുകളിൽ നിങ്ങളെ ഒരു ശക്തനാക്കി കർത്താവ് മാറ്റുക.
നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം. കർത്താവ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി പറയുന്ന യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ അവർ കടന്നു പോകുന്ന വെല്ലുവിളികൾ അസാധാരണമായിരിക്കാം. അവർ അഭിമുഖീകരിച്ച വെല്ലുവിളികൾ അസാധാരണമായിരിക്കാം. എന്നാൽ കർത്താവെ, അവരുടെ അകത്ത് കിടക്കുന്ന വിളിയും അസാധാരണമായത്. യേശുവിന്റെ നാമത്തിൽ ആ ഒറ്റപ്പെടലുകളുടെ നടുവിൽ പെറുവിറുക്കാതെ ദൈവകൃപ കൂടുതൽ അനുഭവിപ്പാൻ, ദൈവകൃപയുടെ ദൈവസാന്നിധ്യത്തിന്റെ ആഴം കൂടുതലായി ജീവിതത്തിൽ രുചിച്ചറിയാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ ആ വെല്ലുവിളികൾ പൊട്ടട്ടെ, ആ പ്രതികൂലങ്ങൾ മാറട്ടെ, ദൈവിക സമാധാനം അവർക്ക് വരട്ടെ. ദൈവവചനത്തെ, ദൈവം കൊടുത്ത വെളിപ്പാടിൽ ഉറച്ചു നിൽപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരുടെ സാമ്പത്തികമായ വെല്ലുവിളികളുടെ നടുവിൽ നിന്റെ കരം അവർക്ക് വേണ്ടി നീട്ടപ്പെടട്ടെ. കർത്താവരുടെ ചുറ്റും നിൽക്കുന്നവരെല്ലാം ശക്തന്മാരാണ്, അവർ കൂട്ടമാണ്, അവർ വലിയ പ്രസ്ഥാനങ്ങളാണ്. ഇവർ ഒറ്റയ്ക്ക് നിൽക്കുക. പക്ഷെ കർത്താവെ, നീ അവർക്ക് വേണ്ടി നിൽക്കുന്നു, നീ അവർക്ക് വേണ്ടി നിൽക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രസ്ഥാനങ്ങൾ നിൽക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി ആൾക്കൂട്ടം നിൽക്കുമ്പോൾ, ആ വലിയ സമ്പന്നർ നിൽക്കുമ്പോൾ, കർത്താവെ, നീ ഇവർക്ക് വേണ്ടി നിൽക്കുക. അതേ കർത്താവെ, അവരുടെ ജീവിതത്തിൽ അത് തിരിച്ചറിയത്തക്കോണം. അവരുടെ ജീവിതത്തിനകത്ത് നിന്റെ മഹത്വം വെളിപ്പെടുത്തണം. രോഗക്കിടക്ക് മാറ്റിവരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗം മാറട്ടെ, നിരാശ മാറട്ടെ. അത്ഭുതകരമായ വഴികളെ തുറന്ന് കർത്താവ് ജനത്തെ മാനിക്കുന്നതിനായി സ്തോത്രം. അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾക്കാണ് നന്ദി. വീര്യപ്രവർത്തിക്കായി സ്തോത്രം. എന്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് വചനത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. ഇന്ന് അത്ഭുതങ്ങളിൽ വെച്ചാണ് നമ്മൾ വചനത്തെ മനസ്സിലാക്കുന്നത്. അല്ല, വചനത്തിൽ നിന്ന് വേണം അത്ഭുതം പ്രാപിക്കാനായിട്ട്. ഈ പ്രോഗ്രാമിന്റെ പ്രധാന ഉദ്ദേശം തന്നെ വചനത്തിലേക്ക് നാം മടങ്ങി വരിക എന്നതാണ്. നിങ്ങൾ ഹല്ലേലൂയ പ്രോഗ്രാം കാണുവാനായി സമയം വേർതിരിച്ചതിൽ സന്തോഷം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ പ്രോഗ്രാം കാണുക മാത്രമല്ല, മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുന്നതിലൂടെ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കാളികളായി തീരുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഹല്ലേലൂയ പ്രാർത്ഥിക്കുക, ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതും ഈ പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കാളികളായി തീരുന്നതിന് അടയാളങ്ങൾ. സ്ഥിരമായി പ്രാർത്ഥിക്കുക. മറ്റെല്ലാ നിലകളിലും ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കാളികളാകാവുന്നതാണ്. എല്ലാ ദിവസവും 1 മണിക്കൂർ തുടർച്ചയായി നിൽക്കുന്ന ഒരു ദൈവവചന പഠന പരമ്പര ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് സൗജന്യമാണ്. പാഠപുസ്തകങ്ങളോ അതിന് ചോദ്യോത്തര വേദിയോ അല്ലെങ്കിൽ പരീക്ഷയൊന്നും അതിനില്ല. നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാം. മാത്രമല്ല, നിങ്ങൾക്കതിൽ ഹല്ലേലൂയ ചോദ്യങ്ങൾ, ദൈവവചനത്തിലെ സംശയങ്ങൾ ചോദിക്കാം. സംശയ നിവാരണത്തിനും അധികമായി വചനം പഠിക്കാനുള്ളൊരു സന്ദർഭമാണത്. പരമാവധി അത് പ്രയോജനപ്പെടുത്താനായിട്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നിരിക്കുന്ന സന്ദർഭം സുവിശേഷം പറയാൻ, കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മനുഷ്യരെ വേലി കെട്ടി വേർതിരിച്ച് കാണുന്നതിന് പകരം ക്രിസ്തുവിൽ അവരെ സഹോദരങ്ങളായി എല്ലാവരെയും കണ്ടുകൊണ്ട് അവരിലെ നന്മയെ കണ്ട് ദൈവസ്നേഹത്തിൻ്റെ കർത്താവായ യേശു ക്രൂശിൽ അവർക്ക് വേണ്ടി വില കൊടുത്തു എന്ന ബോധ്യം അവർക്കുണ്ടാകത്തക്കവണ്ണം മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് വളരാം. ഹല്ലേലൂയ. സുവിശേഷം മറ്റുള്ളവരോട് പറയുക, കർത്താവിന് വേണ്ടി നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും സാക്ഷ്യങ്ങളും ഞങ്ങളുമായിട്ട് ഈ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളോട് പങ്കുവെക്കുക. നിങ്ങളോട് കൂടെ സ്തോത്രം ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഞങ്ങളും ആഗ്രഹിക്കുന്നു. ആ വചന പഠന പരമ്പരയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങളെ അതിൽ പ്രവേശിപ്പിക്കുന്നതാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.